കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമം ഇന്ന് പകൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുവരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ആമേൻ. ഈ വചനഭാഗം വായിക്കുമ്പോൾ തന്നെ യാതൊരു വ്യാഖ്യാനങ്ങളും കൂടാതെ, യാതൊരു വിശദീകരണങ്ങളും കൂടാതെ നമുക്ക് ഏകദേശമൊക്കെ അതിന്റെ ആഴങ്ങൾ, വചനത്തിന്റെ വെളിപ്പാടുകൾ നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് നൽകി തരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം മലയാള ഭാഷ അറിയാവുന്ന എല്ലാവർക്കും ഈ വചനത്തിന്റെ വ്യാഖ്യാനം വേഗത്തിൽ തന്നെ പിടികിട്ടുവാനിടയായി തീരും. എന്താണ് ഈ വാക്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്? അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നത്, നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും എന്ന് വളരെ സ്പഷ്ടമായിട്ട് പൗലോസ് ശ്ലീഹ ഈ ലേഖനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ താൻ കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പ്രസംഗിച്ച നിമിത്തം കാരാഗ്രഹത്തിൽ എന്ത് ചെയ്തു? അടയ്ക്കപ്പെടുവാൻ ഇടയായി തീർന്നു. തന്റെ ജീവിതത്തിൽ കർത്താവിന് കൊടുത്ത സ്ഥാനം, കർത്താവിനെ താൻ ഉയർത്തിയ വിധങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. കർത്താവിന് വേണ്ടി വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ച ഒരു അനുഗ്രഹീതനായ ഒരു ദൈവഭക്തനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അപ്പോ തന്റെ ശുശ്രൂഷ കാലയളവിൽ ഒരിക്കൽ പോലും കൊലോസ്യ സഭ സന്ദർശിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നാം ഓർക്കുവാനായിട്ട് ഇടയായി തീരണം. എന്നിരുന്നാലും കൊലോസ്യ സഭയോടുള്ള ബന്ധത്തിൽ തൻ്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ തൻ്റെ എഴുത്തുകൾ ഈ സഭയ്ക്ക് പൗലോസ് കൈമാറുമ്പോൾ വളരെ ഈടുറ്റ ആത്മീയ ചിന്തകളാണ് ഈ ലേഖനത്തിലൂടെ പൗലോസ് കൈമാറുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ ഈ സഭ സന്ദർശിക്കാത്ത ആ ഒരു വ്യക്തി എന്ന നിലയിൽ പിന്നെ എങ്ങനെയാണ് പൗലോസിന് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഒരുപക്ഷെ വ്യത്യസ്തമായ നിലകളിൽ മറ്റുള്ളവരിൽ കൂടെയൊക്കെ ഈ സഭയിലെ സാഹചര്യങ്ങളൊക്കെ പൗലോസ് എന്ത് ചെയ്തിട്ടുണ്ടാകാം? മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ സഭയെ ധൈര്യപ്പെടുത്തുവാൻ, ഈ സഭയെ വചനത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള പൗലോസിന്റെ ഒരു അതീവമായ പരിശ്രമമാണ് ഈ കൊലോസ്യ ലേഖനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്? കൊലോസ്യ സഭയിലുള്ള ദൈവമക്കൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിട്ടുമാറിയിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് അവർ കടന്നു പോകാൻ ഇടയായി തീർന്നപ്പോൾ അവരെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പൗലോസ് അവരെ ഓർപ്പിക്കുന്ന ഒരു ദൈവിക സന്ദേശമാണ് കൊലോസ്യ ലേഖനം. പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? നമുക്ക് വേണ്ടി ക്രിസ്തു എന്ത് ചെയ്തുവെന്നും ക്രിസ്തു നമ്മളിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ ദൈവസഭ, ദൈവമക്കൾ അറിയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ ഒരു ചിന്ത അവരിലേക്ക് ഇട്ടുകെടുത്തുകൊണ്ട് അവരെ പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം മുൻപോട്ട് നയിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലും ദുരുപദേശത്തിന് ഒരു കുറവില്ല. ദുരുപദേശകന്മാർ സഭയിൽ കടന്നു വന്ന് അർത്ഥശൂന്യമായ ഉപദേശങ്ങൾ ക്രിസ്തുവിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്തു? ഇവരെ പഠിപ്പിക്കാനിടയായി തീർന്നു. അപ്പൊ ആ നിലകളിലുള്ള ഒരു വാർത്ത പൗലോസിന്റെ കാതിലെത്തിയപ്പോൾ ഈ സഭയെ വചനത്തിന്റെ വെളിപ്പാടിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് പൗലോസിൽ നിശ്ചിതമായ ഒരു കർത്തവ്യമായിരുന്നതിനാൽ അതിനുവേണ്ടിയുള്ള ഒരു അതീവമായ പരിശ്രമമാണ് ഈ ലേഖനത്തിൽ കൂടെ പൗലോസ് ലക്ഷ്യം വെക്കുന്നത്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ദുരുപദേഷ്ടക്കന്മാർ എന്ത് ചെയ്തു? ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയാൻ തക്കവണ്ണം തീർന്നു. ദൈവസഭയെ വളരെ നല്ല നിലകളിൽ നയിച്ചു വരവേ ക്രിസ്തുവിന്റെ വെളിപ്പാടിനകത്ത് ദൈവസഭയെ ഉറപ്പിച്ചു നിർത്തി അവരെ വചനപരിജ്ഞാനത്തിൽ മുൻപോട്ട് കൊണ്ടുവരവേ ചില ആളുകൾ കടന്നു വന്ന് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി എന്ത് ചെയ്തു? ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനവാദികളുടെ വലിയൊരു ഗണം സഭയ്ക്കകത്ത് കടന്നു വരാനിടയായി. എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിക്കുന്നത് എന്താണ്? ജ്ഞാനമാണ്. കേവലം ബുദ്ധിയുടെ മണ്ഡലങ്ങളിൽ കൂടെ ദൈവസഭയെ നയിച്ചല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ഉപദേശത്തെ കുത്തി നിറയ്ക്കാൻ ആഗ്രഹിച്ച ജ്ഞാനവാദികളുടെ വലിയൊരു കൂട്ടം ആ കാലഘട്ടത്തിൽ വരുവാനിടയായി തീർന്നു. രക്ഷയ്ക്ക് ആധാരം ക്രിസ്തു അല്ല എന്നവർ പഠിപ്പിച്ചു. രക്ഷയ്ക്ക് ആധാരം ക്രിസ്തു
അല്ല എന്ന്, ക്രിസ്തു മാത്രമല്ല എന്ന് എന്ത് ചെയ്തു? ഈ ജ്ഞാനവാദികൾ പഠിപ്പിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ രക്ഷകൻ ക്രിസ്തു അല്ല, അല്ലെ? അനേകം ആളുകളിൽ ഒരാൾ മാത്രമാണ് ക്രിസ്തു എന്നെന്ത് ചെയ്തു? അവർ പഠിപ്പിക്കാനിടയായി തീർന്നു. അപ്പൊ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള അനേക മധ്യസ്ഥന്മാരിൽ ഒരാളാണ് യേശു എന്നെന്ത് ചെയ്തു? ഇങ്ങനെയുള്ള ആളുകൾ ഈ ദൈവസഭയെ പഠിപ്പിക്കാനിടയായി തീർന്നു. അങ്ങനെയാണോ? അല്ലേ? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിങ്കിലേക്കുള്ള ഏക വഴി എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. വചനം പറയുന്നത് എന്താ? മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. യേശു എന്ന ഏക നാമം മാത്രമാണ്. ഇന്ന് പകൽ കരമുയർത്തി എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്ത് ഈ ശ്രേഷ്ഠമായ നാമത്തെ അറിയുവാൻ, ഇത്ര ശ്രേഷ്ഠമായ നാമത്തെ ഉയർത്തുവാൻ കൃപയാൽ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചത് ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരണം. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ട് വന്നപ്പോ പൗലോസ് എന്ത് ചെയ്തു? ഇതിനെയൊക്കെ എതിർക്കുവാനിടയായി, നഖശിഖാന്തം എതിർക്കാനിടയായി തീർന്നു. ഞാൻ ആ പശ്ചാത്തലം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വായിച്ച വാക്യത്തിലേക്ക് വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാ വാക്യങ്ങളും എടുത്ത് ഉദ്ധരിക്കുവാനായിട്ട് എന്റെ മുമ്പാകെ സമയമില്ല. അതുകൊണ്ട് വാക്യത്തിൽ അതിപ്രധാനപ്പെട്ട ചില ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വായിച്ച വാക്യത്തിൽ കൊലോസ്യ സഭയിലുള്ള വിശ്വാസികളുടെ മുമ്പഴത്തെയും ഇപ്പോഴത്തെയുമായ അവസ്ഥകളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് അനുഭവിക്കുന്ന കഷ്ടതയെക്കുറിച്ചും അവിടെ വളരെയധികം ആഴമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന 2-3 ചിന്തകൾ 23-ാമത്തെ വാക്യത്തിൽ നിന്നുമാണ്. ഇവിടെ അതിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന രീതിയിലൊക്കെ നിലകൊണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. കൊലോസ്യ സഭയെ ഓർപ്പിക്കുന്നെങ്കിലും ഇന്ന് പകലിലും ഒലിയപ്പുറം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമുക്കും വേണ്ടുന്നതായ ദൈവത്തിന്റെ വചനമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് സംസാരിക്കാനിടയായി തീരുന്നത്. അപ്പൊ ഇന്ന രീതിയിലൊക്കെ നിങ്ങൾ നിലകൊണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും. നമ്മളെ ദൈവം വിളിച്ചെന്തിനാ? കർത്താവിന്റെ സന്നദ്ധിയിൽ നാം വിശ്വസ്തരായിട്ട് ഇവിടെ ജീവിച്ച് നമുക്ക് അവൻ ഒരുക്കുന്ന പ്രത്യാശ പ്രാപിക്കാനല്ലേ? നിലനിൽക്കുന്ന ഒരു നഗരം ഭൂമിയിലില്ല, അല്ലെ? ദൈവം ഒരുക്കുന്ന നിത്യ നഗരം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട്. അവിടെ പോകാൻ വേണ്ടി അല്ലേ കർത്താവ് നമ്മെ വിളിച്ചത്? ആ പ്രത്യാശ നമുക്ക് ഉള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഇന്ന് പകൽ എത്ര പേർക്ക് ഇത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറയുന്നുണ്ട്? എന്റെ ദേശം ഇവിടെയല്ല, എന്റെ അധ്വാനം ഇവിടെയൊക്കെ ആണെങ്കിലും, എന്റെ ഓട്ടം ഈ ഭൂമിയിലൊക്കെ ആണെങ്കിലും അതിനൊക്കെ അറിഞ്ഞു വരുന്ന സമയമുണ്ട്. ഇതെല്ലാം വിട്ടിട്ട് അങ്ങേ കരയിലേക്ക് ഞാൻ പോകേണ്ടതാണെന്നുള്ള വെളിപ്പാട് എത്ര പേർക്ക് ഇന്ന് പകലുണ്ട്? അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അതല്ലേ പൗലോസ് പറഞ്ഞേ 3-ാം അധ്യായത്തിലേക്ക് നോക്കിക്കേ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഹല്ലേലൂയ. ഇന്ന് പല ആളുകളുടെയും ചിന്ത എന്താ? ഈ ഭൂമിയിൽ എന്ത് കിട്ടുമെന്ന. ഇവിടെ തട്ടിച്ചെടുക്കാനും വെട്ടിച്ചെടുക്കാനും ഒപ്പിച്ചെടുക്കാനും ഒക്കെ വ്യഗ്രത കാട്ടുന്ന നല്ലൊരു ശതമാനം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ഉണ്ട്. അവർക്ക് കർത്താവ് വരുമെന്നോ കർത്താവിന്റെ വരവേറ്റം ആസന്നമായി എന്നുള്ള ചിന്ത പോലും ആർക്കും ഇല്ല എന്നുള്ള ദുഃഖകരമായ കാര്യമാണ്. എന്നാൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? നാം എല്ലാവരും ഇവിടെ വിട്ടു പോകണം. നമുക്ക് ഈ ഭൂമി ഒരിക്കലും ശാശ്വതമല്ല. നമുക്ക് അങ്ങേ കരയിൽ ഒരു സ്ഥലം കർത്താവ് ഒരുക്കുന്നുണ്ട്. അത് പ്രത്യാശ വെച്ച് പോകണം. നമ്മുടെ മാത്രം പ്രത്യാശയാണോ? പഴയ നിയമത്തിലേക്ക് നോക്കിക്കേ. പൂർവ്വപിതാവായ അബ്രഹാം മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ അബ്രഹാം എന്താ പറഞ്ഞത്? അബ്രഹാമിന്റെ ചിന്ത എന്തായിരുന്നു? ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു വിശുദ്ധ നഗരത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. ഹല്ലേലൂയ. പൂർവ്വപിതാക്കന്മാരൊക്കെ നെഞ്ചും നെറ്റിയും കാണിച്ച് അല്ലെ വയറ് മുറുക്കി കൊടുത്ത് ഈ കഷ്ടതയുടെ നടുവിൽ അവർ ധൈര്യത്തോടെ നിന്നതിന് വേണ്ടിയാണെന്നറിയാമോ? അവൻ നിത്യത പ്രാപിക്കാൻ വേണ്ടിയാണ്. ഒരു വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, കഷ്ടതയുണ്ടെങ്കിലും ഭാരമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും വെല്ലുവിളി ഉണ്ടെങ്കിലും ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിലും ഇന്ന് പകൽ ഓർത്തോണം, ഇവിടെ നമുക്ക് ഇതൊന്നും ലഭിക്കാൻ ഇടവന്നില്ലെങ്കിലും അങ്ങേ കരയിൽ ചെല്ലുമ്പോൾ ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത, കഷ്ടതയില്ലാത്ത നല്ല
നല്ലൊരു നാളുകൾ കർത്താവ് നമുക്ക് ഒരുക്കുന്നുണ്ട്. ആ പ്രത്യാശയോടെ ഭൂമിയുടെ പരപ്പിലായിരിക്കാൻ കഴിഞ്ഞാൽ നമ്മളാണ് ഏറ്റവും ധന്യർ എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ ഇന്ന് പോലെ എത്ര പേർക്ക് ആമേൻ നിയോഗമുണ്ട്? അവർ യോഗ്യം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും പരമപ്രധാനമായ കാര്യം നിത്യത എന്ന് പറയുന്ന വിഷയമാണ്. അത് വിട്ടിട്ട് ഒരു ഇടപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പാട്ടുകാരൻ പാടുന്നില്ലേ, മണ്ണൽ പ്രതി മാണിക്യം വെടിയരുത്, അല്ലേ? ഇവിടുത്തെ താൽക്കാലികമായ നന്മകൾക്ക് പുറകെ ഓടിയിട്ട് വിലയുള്ള നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം നഷ്ടമാക്കി കളഞ്ഞ യേശാവിനെ പോലെ നാം ആരും അഭക്തന്മാരായി തീരാൻ ഇടവരരുത്. ദൈവവചനത്തെ മുൻനിർത്തി പറയുക, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ഈ ലോക ജീവിതത്തിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. എന്റെ യേശു മടങ്ങി വരാൻ പോകുന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയല്ല. അവൻ ഒന്നാമത് പ്രത്യക്ഷനായത് പാപികളെ രക്ഷിക്കാനായിരുന്നെങ്കിൽ ഇനി വരാൻ പോകുന്നത് പാപികളെ രക്ഷിക്കാനല്ല, കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ എന്റെ യേശു മടങ്ങി വരാറായി. ഇന്ന് പകൽ പ്രത്യാശയുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആമേൻ. ശ്രീഹനായ പത്രോസ് വിളിച്ചു പറഞ്ഞു, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. നോക്കിക്കേ, യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുക, അല്ലേ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു, റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു, ഇസ്രായേൽ യുദ്ധം നടക്കുന്നു. ലോക രാജ്യങ്ങൾ ചേരിയായി തിരിഞ്ഞ് ഒരു വലിയ യുദ്ധത്തിലേക്ക്, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാ. ഇന്ന് പകൽ വചനം അറിയുന്ന ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം, യേശു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ വരവിന് അടയാളം എന്തെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു കൊടുത്ത മറുപടി എന്താ? നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെ കുറിച്ച് കേൾക്കും. രാജ്യങ്ങൾ ക്ഷാമങ്ങൾ കൊണ്ട് നിറയും, കഷ്ടതയുടെ അനുഭവങ്ങൾ, മാരകമായ രോഗങ്ങൾ, മഹാവ്യാധികൾ ദേശം കൊണ്ട് നിറയും. ഇന്ന് പകൽ ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭൂകമ്പങ്ങളും മഹാവ്യാധികളും ഒക്കെ നമ്മുടെ ദേശത്ത് കൊടുമ്പരി കൊണ്ട് നിൽക്കുമ്പോൾ നാം അറിയണം, എന്റെ യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. എന്താ വെളിപ്പാട് പുസ്തകം പറയുന്നത്? അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, അശുദ്ധി ഇനി അശുദ്ധി ചെയ്യട്ടെ, എന്നാൽ വിശുദ്ധൻ എന്ത് ചെയ്യണം? തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ ഇടയായി തീരണം. ഇന്ന് രാവിലെ എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നുണ്ട്? എന്റെ പ്രത്യാശ കർത്താവിങ്കലാണ്. എന്റെ പ്രാണപ്രിയൻ മടങ്ങി വരാറായി. കുറുപ്രാവേ, നിന്റെ ഇണ വരാറായി. കുറുകിയിരിക്കുന്ന കുറുപ്രാവിന്റെ പ്രത്യാശ എന്താ? ഇണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ, കുറുകി കാത്തിരിക്കുന്ന പോലെ നമ്മളെല്ലാം കുറുകലോടെ കുറുകി കാത്തിരിക്കും. എന്തിനു വേണ്ടിയാ? നമ്മുടെ പ്രാണപ്രിയന്റെ മടങ്ങി വരവിന് വേണ്ടി. അത് എത്രയും വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാ. അതുകൊണ്ട് ദൈവസഭ ഒരുങ്ങേണ്ട കാലഘട്ടമാണിത്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ 23-ാമത്തെ വാക്യത്തിൽ 4 കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ വായിക്കുന്നത്? ഒന്ന്, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇളകരുത്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രമേയം മറന്നു പോകരുത്. കർത്താവിന്റെ മുമ്പിൽ നാം നിൽക്കണം. അതിനുവേണ്ടി നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പൗലോസ് ഓർമ്മിക്കുന്നു, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകി പോകരുത്. ഹല്ലേലൂയ. സുവിശേഷം എന്താ? സുവിശേഷം ഹല്ലേലൂയ, നല്ല വാർത്ത, അല്ലേ? സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത എന്ന, അതൊരു പ്രത്യാശയുടെ ദൂത. നമ്മളൊക്കെ സുവിശേഷം കേട്ടല്ലേ രക്ഷിക്കപ്പെട്ടത്? ഈ ലോകത്തിന്റെ കാലഗതികൾക്കനുസരിച്ച് ഓടിയിരുന്ന് നമ്മളെ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത് എന്താണ്? സുവിശേഷമാണ്. നഷ്ടപ്പെട്ട നമ്മുടെ പ്രത്യാശ, ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങൾക്കകത്ത് നിരാശ ബാധിച്ച്, ദുഃഖം ബാധിച്ച്, എല്ലാം തീർന്നുവെന്ന് ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ എന്ന് ചിന്തിച്ച സമയത്ത് സുവിശേഷമാണ് നമ്മെ രക്ഷിച്ചത്. ഞാനിങ്ങനെ പറയാം, സുവിശേഷം എന്താണ്? ഒരു പ്രത്യാശയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ നിരാശനായി തീർന്ന സമയത്തും സുവിശേഷമാകുന്ന ഈ പ്രത്യാശയാൽ ദൈവം എന്ത് ചെയ്തു? നമ്മെ നിറയ്ക്കാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നാം കേട്ട വചനം, നാം അറിഞ്ഞ സുവിശേഷം, അതാണ് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. ജീവിതത്തിന്റെ ഓരോ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, അല്ലെ? രോഗിയായി തീർന്നപ്പോൾ ഈ സുവിശേഷം നമ്മെ സൗഖ്യമാക്കി. സുവിശേഷം അർത്ഥാൽ വചനം, അല്ലെ? ദൈവത്തിന്റെ വചനം, സ്തോത്രം, അത് നമ്മെ സൗഖ്യമാക്കി. വചനം പറയുന്നത് അവൻ നിങ്ങളുടെ അകത്യമൊക്കെ മോചിക്കുന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. വചനം അയച്ച് നമ്മൾ എന്ത് ചെയ്യുക? വിടുവിക്കുക. അപ്പോ ഒരുവനെ വിടുവിക്കുന്ന എന്താണ്? സുവിശേഷമാണ്, അഥവാ ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ഈ വചനം നമുക്ക് എന്ത് ചെയ്തു? ജീവൻ തന്നു. വചനം നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. വചനം നമ്മുടെ ജീവിതത്തിൽ പുതിയ ദിശാബോധം തന്നു. വഴിതെറ്റിപ്പോയി നമ്മെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്താൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്.
ഇത് ആത്മാവിന്റെ ഒരു നങ്കൂരമാണെന്ന് വചനം പറയുന്നു. എബ്രായ ലേഖനം 6:19 അങ്ങനെ വായിക്കുന്ന ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. സ്തോത്രം. എന്നിട്ട് അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താ? അത് ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മെ ദൈവത്തിങ്കൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒന്നാണ്. എന്താ ഈ നങ്കൂരം എന്ന് പറഞ്ഞാൽ? കപ്പലൊക്കെ തീരത്ത് അടുക്കുമ്പോൾ അതിനെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് നങ്കൂരം എന്ന് പറയുന്നത്. നങ്കൂരം ഇട്ടാൽ പിന്നെ കപ്പൽ മുൻപോട്ട് പോകത്തില്ല. ഹല്ലേലൂയ. അത് തീരത്ത് നിന്ന് അത് വിട്ടു പോകത്തില്ല, കാരണം അത് ഉറപ്പിച്ച് കെട്ടിയേക്കുക. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൽ നമ്മെ ഉറപ്പിക്കുന്ന എന്താണ്? ഹല്ലേലൂയ. ഒന്ന് വായിച്ച് എബ്രായ ലേഖനം 6:19. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെയാണ്, അല്ലെ? സുവിശേഷമാകുന്ന വചനമാകുന്ന ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം പ്രകാശിപ്പിച്ച വചനം, നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്ന ആ രക്ഷയുടെ സന്ദേശം, നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ആ വചനത്തിന്റെ ദൂതുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയാൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ഒന്നാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, അത് സ്ഥിരവും നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. അല്ലെ, നമുക്കെല്ലാം ഒരു തിരശ്ശീലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെ, നമ്മൾ പറയാറില്ല തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയത് എന്ന് പറഞ്ഞാൽ ഇവിടെ വിട്ടു പോയെന്നാ, അല്ലെ? നമ്മൾ ബിഹൈൻഡ് ദ സ്ക്രീനായി. സ്തോത്രം. തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലം കഴിഞ്ഞ് നമ്മൾ പോയെന്ന്. ആമേൻ. അപ്പോൾ ഈ പ്രത്യാശയെ കുറിച്ച് പറയുക, അതെന്താണ്? നിശ്ചയമാണ്, സ്ഥിരമാണ്, തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒന്നാണ് ഈ പ്രത്യാശ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? ഇളകി പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന എങ്ങനെയാണ്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ ഈ വചനത്തിനകത്ത് എന്തുണ്ട്? വിശ്വാസമുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വചനം ഏറ്റെടുക്കുമ്പോൾ തന്നെ വിടുതൽ സംഭവിക്കും. അത് വചനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വചനം കേൾക്കുമ്പോൾ തന്നെ, ആമേൻ, വിശ്വസിക്കുമ്പോൾ തന്നെ, ആമേൻ, വ്യക്തമായ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് വചനത്തിന്റെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിന് ഒട്ടനവധി പ്രത്യേകതയുണ്ട്. അതിലൊരു പ്രത്യേകതയാ, ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തിയായി എന്ത് ചെയ്യും? വ്യാപരിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ കഴിവ് നോക്കിയല്ല, നമ്മുടെ പ്രാഗൽഭ്യമോ യോഗ്യതയോ നോക്കിയല്ല, നമ്മുടെ കുടുംബമഹിൽ നോക്കിയല്ല. ഇത് ആര് വിശ്വസിക്കുന്നോ അവരിൽ ദൈവശക്തിയായി ഇത് വെളിപ്പെടാനിടയായി തീരും. ഇന്ന് പകൽ എത്ര പേർക്ക് ദൂത് വെടികെട്ടുന്നുണ്ട്? ഇന്ന് പോലെ ആയിരിക്കുമ്പോൾ, ആമേൻ, ദൈവസന്നിധിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെളിപ്പെടുന്ന വചനത്തെ മുറുകെ പിടിച്ച് ഒരു വാക്കെങ്കിൽ ആമേൻ പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങൾക്ക് നടുവിൽ ഈ വചനം ദൈവശക്തിയായി അത് വെളിപ്പെട്ടു വരാനിടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ വചനം കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിശ്വാസം നമ്മുടെ ഉള്ളിൽ ജനിക്കും. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാണ് വായിക്കുന്നത്. അല്ലെ, 12 സംവത്സരമായിട്ട് രക്തസ്രാവം ബാധിച്ച ഒരു മാതാവ് വചനത്തിലുണ്ട്. അവള് 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ട ഒരു സഹോദരിയാണ്. എങ്ങും പോകാനുള്ള അനുവാദമൊന്നുമില്ല. കാരണം രക്തസ്രാവം മൂലം അത് ചെല്ലുന്നിടത്തൊക്കെ അശുദ്ധമാകുന്നത് കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിടത്തും പോകാൻ പാടില്ല. അങ്ങനെയുള്ളവരെ പ്രത്യേകം ഒരു മുറിക്കകത്ത് അടച്ചു പൂട്ടുകയാ പതിവ്. സ്തോത്രം. ഈ സഹോദരിയെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നറിയാമോ? എവിടുന്നോ ഒരു അറിവ് കിട്ടി, യേശു സൗഖ്യമാക്കുന്നവനാണെന്ന്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. എന്താ വർത്തമാനം? സ്തോത്രം. സുവിശേഷമാകുന്ന വർത്തമാനം, അല്ലേ? ഹല്ലേലൂയ. ആമേൻ. അത് കേട്ടു. എന്താ കേട്ടത്? യേശു സൗഖ്യമാക്കുന്നു. യേശു ഒട്ടനവധി ആളുകൾക്ക് അവൻ ജീവിതത്തിന്റെ പ്രതീക്ഷകളെ തിരിച്ചു നൽകിയെന്ന് അവൾ കേട്ടു. അങ്ങനെയെങ്കിൽ അവൾ ആ കേൾവി അവളിൽ വിശ്വാസം ജനിപ്പിച്ചു. അവൾ എന്താ വിശ്വസിച്ചത്? എന്റെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ യേശുവിന് കഴിയുമെന്ന് ഇത് കേട്ട മാത്രയിൽ എന്തോ ചെയ്തു? അവൾ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ ഈ ദൂതിനോട് ചേർത്ത് പറയാം. ആമേൻ. സുവിശേഷം കേട്ടപ്പോൾ അവൾ വിശ്വസിച്ചെന്ന്. സ്തോത്രം. യേശു എന്നെയും സൗഖ്യമാക്കുമെന്ന് അവൾ വിശ്വസിച്ചു. ആ വിശ്വാസം അവളിൽ ജീവൻ പകർന്നു. അവൻ തളർന്നു കിടന്ന അവൾ കിടക്കിൽ ചാടി എഴുന്നിട്ട് പറയുക, യേശു എന്റെ ഗ്രാമത്തിൽ വരുന്നത് ഞാൻ അറിഞ്ഞു, ഞാൻ അവിടെ കടന്നു ചെല്ലും. അവൻ വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തെ ഞാൻ തൊടും, എന്റെ സൗഖ്യം വ്യാപരിക്കും, യേശു എന്നെ സൗഖ്യമാക്കുമെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞിട്ട് യേശു വന്നെന്നറിഞ്ഞപ്പോൾ അവളുടെ ബലഹീന ശരീരവുമായിട്ട് എന്ത് ചെയ്യുക? യേശുവിനെ കാണാൻ വേണ്ടി അവൾ കടന്നു പോവുക. അല്ല സഹോദരി,
നിനക്ക് അങ്ങനെ പോകാൻ കഴിയുന്നത്? നിന്റെ ശരീരം ബലഹീനമല്ലേ? നിന്റെ ആരോഗ്യസ്ഥിതി മോശമല്ലേ? നീ ചെല്ലുന്നിടത്തൊക്കെ അശുദ്ധമാകത്തില്ലേ? നീ പോകുമ്പോൾ പോലും ബ്ലഡ് പോകുന്ന വഴിക്കൊക്കെ ആകില്ലേ? ആളുകൾ നിന്നെ കല്ലെറിയത്തില്ലേ? ആളുകൾ നിന്നെ കുറ്റം പറയത്തില്ലേ? അവൾ പറയും, എനിക്കതൊന്നും കാര്യമല്ല. ആമൻ, ഞാൻ കേട്ട ഒരു വർത്തമാനമുണ്ട്, ഞാൻ കേട്ട ഒരു വാർത്തയുണ്ട്. അതെന്റെ ജീവനെ അവൻ നൽകി തരുന്ന, എന്നിൽ പ്രത്യാശ ജനിപ്പിക്കുന്ന, എന്നെ സൗഖ്യമാക്കുന്ന ഒരു വാർത്ത ഞാൻ കേട്ടത്. അത് മറ്റാരുടെ വാർത്തയല്ല, അത് യേശുവിനെ കുറിച്ചുള്ള വർത്തമാനമാണ്. അവിടെ എനിക്ക് സൗഖ്യമുണ്ടെന്ന് അവൾ ചിന്തിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് അവൾ കടന്നു ചെല്ലുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആ വിശ്വാസം നോക്കിക്കേ. അവൾ വിശ്വസിച്ചതുപോലെ തന്നെ സംഭവിച്ചില്ലേ? അവൾ കേട്ട സുവിശേഷത്തിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടില്ലേ? അവൾ കേട്ടത് എന്താ? യേശു സൗഖ്യദായകനാണെന്നുള്ള സന്ദേശമാണ് കേട്ടത്. അവൾ അതേപടി വിശ്വസിച്ചു. അവിടെ ചെന്ന് യേശുവിനെ തൊട്ടപ്പോൾ അവൾ വിവരം അറിഞ്ഞു. എന്താ സംഭവിച്ചത്? യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് പകലത്ത് പേർക്ക് ദൂത് പിടികിട്ടുന്നുണ്ട്. അവൻ വിശ്വാസത്തോടെ നീ യേശുവിനെ തൊട്ടാൽ അവൻ നിനക്ക് വേണ്ടുന്ന ശക്തി പുറപ്പെടും. നിന്നെ സൗഖ്യമാക്കുന്ന ശക്തി, നിന്നെ രൂപാന്തരപ്പെടുന്ന ശക്തി, നിന്റെ ജീവൻ വിടുതലയിക്കുന്ന ശക്തി നിന്റെ മേൽ വെളിപ്പെട്ട് വരാനിടയായി തീരും. വിശ്വസിക്കുന്നുണ്ട്. കേട്ട സുവിശേഷം അത് വ്യർത്ഥമല്ല. കേട്ടോ, അറിഞ്ഞ സത്യം വ്യർത്ഥമല്ല. ഇത് വൃഥാവല്ല. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, നിന്റെ ജീവിതത്തെ പണിതെടുക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് വ്യാപരിക്കുന്നുണ്ട്. എത്ര വചനത്തെ ഇന്ന് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യോ. ഇന്നിപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ വിടുതൽ സംഭവിക്കുകയോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ കൂടാരത്തിന് മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. വിശ്വാസത്തോടെ ആരാധിച്ചോ. അവന്റെ കെട്ടുകൾ അഴിയുന്നു, പകലായി മാറാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ നമ്മുടെ മേൽ പകരുകയാ. വചനം അയച്ചു വിടുവിക്കുന്ന ദൈവവചനത്തിന്റെ ആധികാരികത ഇന്ന് പലത്ത് മുഴങ്ങി കേൾക്കുമ്പോൾ എത്രവർ ഏറ്റെടുക്കുന്നു? വചനം അയച്ചു വിടുവിക്കുന്ന ദൈവശക്തിയുടെ ആ ശ്രേഷ്ഠത ഇന്ന് പകലത്ത് വിളഞ്ഞു വരികയാണ്. ഹല്ലേലൂയ. യേശു ചോദിച്ചു, എന്നെ തൊട്ടത് ആര്? അല്ല യേശുവേ, പുരുഷാരം തെക്കും തിരക്കും ആമേൻ ഇവിടെ ഉളവാക്കുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ നിന്നെ തൊട്ട് കാണും. യേശു പറഞ്ഞു, എല്ലാവരും അതല്ല, എന്നെ ആരോ തൊട്ടു. ആമേൻ, വെറുതെ തൊട്ടതല്ല, വിശ്വാസത്തോടെ എന്നെ ഒരാൾ തൊട്ടു. ഹല്ലേലൂയ. കണ്ടോ, വിശ്വാസത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അധികമൊന്നും വേണ്ടത്, കടുകുമണിയോളം വിശ്വാസം മതി. യേശു പറഞ്ഞില്ലേ, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി പോക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ലെന്ന് യേശു പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ രോഗക്കിടക്കയിൽ കിടന്ന ഈ സഹോദരി എഴുന്നേറ്റ് നടന്ന് യേശുവിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ അവളിലേക്ക് വ്യാപരിച്ച വിശ്വാസത്തിന്റെ അളവ്, ആമേൻ, ഹല്ലേലൂയ, അവളിൽ വ്യാപരിച്ച വിശ്വാസത്തിന്റെ അളവ് എത്ര വലുതായിരുന്നു. ഹല്ലേലൂയ. യേശു പറയുന്നു, എന്നെ തൊട്ടത് ആര്? ഹല്ലേലൂയ. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഞാൻ അറിഞ്ഞു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, വിശ്വാസത്തോടെ യേശുവിനെ തൊടാൻ ഇന്ന് പകൽ ഒരുക്കമാണോ? നമ്മുടെ പ്രാർത്ഥനകൾ അവിശ്വാസത്തിന്റെ മണ്ഡലത്തിലാണോ? ആമേൻ, അവിശ്വാസത്തിന്റെ നിഴലിലാണോ നീ പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയാം. ആമേൻ, കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കുണ്ടെന്ന് വിശ്വസിക്കുക. ആമേൻ, കാര്യങ്ങൾക്ക് ഒരു വിടുതലുണ്ടെന്ന് വിശ്വസിക്കുക. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു മറുപടി ഉണ്ടെന്ന് വിശ്വസിക്കുക. അതിനുമേൽ ദൈവത്തിന് കരം ഇറങ്ങും. അതിനുമേൽ ദൈവശക്തി വ്യാപരിക്കും. യേശു നിന്നെ തൊടും. നിന്റെ വിഷയത്തിന് മേൽ യേശു അത്ഭുതങ്ങളെ ചെയ്യും. എത്ര പേര് പകൽ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, ആമേൻ, കേട്ട സുവിശേഷം വ്യർത്ഥമല്ല. കേട്ട ദൈവവചനത്തിന്റെ ശക്തി അത് വൃഥാവല്ല. ഇന്ന് പകൽ നിന്നെ നടത്തുന്ന, നിന്നെ മുൻപോട്ട് നയിക്കുന്ന, നിന്നെ ജീവിപ്പിക്കുന്ന ദൈവവചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യാശയുടെ സ്വീകാര്യം എന്താ ചെയ്തോണം? മുറുകെ പിടിക്കണം. വാഗ്ദത്തം ചെയ്തവൻ ആരാ? അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. വാക്ക് പറഞ്ഞവൻ മാറാത്തവനാ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുവാനിടയായി തീരണം. പിശാചിന്റെ പണി എന്ന് പറയുന്നത് നമ്മളെ ഇളക്കുക എന്നുള്ളതാണ്. നമ്മളെ നിരുത്സാഹപ്പെടുത്തുക, നമ്മളെ കൃപയിൽ നിന്ന് വീഴ്ത്തുക. ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത് എന്താണ്? സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇളകരുത്. ആ പദത്തിന് അർത്ഥമുണ്ട്. ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥാനം, ഒരു സാധനം അതിനെ ഇളക്കിയാൽ പിന്നെ അത് അവിടെ ഉറച്ചിരിക്കത്തില്ല.
അത് ആടി ഉലഞ്ഞു പോകും. കർത്താവ് നമ്മെ ഉറപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പ്രത്യാശയുള്ളവരും നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകണം. അതല്ലേ കർത്താവ് ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവർ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു. അങ്ങനെ ഒരു വാക്യമുണ്ട് സ്തോത്രം കൊരിന്ത്യർ ലേഖനത്തിൽ. അപ്പൊ നമുക്ക് എന്തുണ്ടാകണം? ഉറപ്പുണ്ടാകണം. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവകൃപയിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ സുവിശേഷത്തിന്റെ പ്രത്യാശ എന്ത് ചെയ്യരുത്? ഇളകരുത്. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ ഇളകരുത്. പിശാച് നമ്മളെ ഇളക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കുടുംബജീവിതത്തിനകത്ത്, മാതാപിതാക്കന്മാർ മക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ, ദൈവസഭയ്ക്കകത്ത്, ദൈവദാസന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ, ആത്മീയ ഗോളത്തിലെല്ലാം പിശാച് ഊടാടിക്കൊണ്ടിരിക്കുക. എന്തിനാ? ഇളക്കി മാറ്റാൻ. സ്തോത്രം. ദൈവസഭയെ ദൈവം പണിതുകൊണ്ടിരിക്കുമ്പോൾ കുടുംബങ്ങളെ കൊണ്ട്, വ്യക്തികളെ കൊണ്ടാണ് ദൈവസഭ പണിയുന്നത് അല്ലേ? നമ്മളൊക്കെ എന്താണ്? കല്ലുകളാണ്. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളെ കൊണ്ടാണ് ദൈവം തന്നെ സഭ പണിതുകൊണ്ടിരിക്കുന്നത് അല്ലെ? വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തത് കൊണ്ട് ആലയം പണിതപ്പോൾ ശബ്ദം കേൾക്കാൻ ഇല്ലായിരുന്നു. ഇന്ന് സഭയ്ക്കകത്ത് വരുന്ന ആളുകൾ മുഴുവൻ കുറവ് തീർത്ത കല്ലുകളാണെന്ന് ഞാൻ തോന്നുന്നില്ല അല്ലെ? എല്ലാ കല്ലും എടുത്ത് സഭ പണിയുമ്പോൾ പിന്നീട് എന്താണ്? വല്ലാത്ത ശബ്ദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മെ ഇളക്കി മാറ്റുക, പ്രശ്നമുണ്ടാക്കുക, നമ്മളെ ചിന്നിച്ചിതറിക്കുക, കലക്കമുണ്ടാക്കുക, കുടുംബങ്ങൾക്കകത്ത്, സഭയ്ക്കകത്ത്, വ്യക്തികൾ തമ്മിൽ ഒക്കെ പ്രശ്നമുണ്ടാക്കി, കലക്കമുണ്ടാക്കി, നമ്മളെ കൃപയിൽ നിന്ന് വീഴ്ത്തിക്കളയുക, വിശ്വാസത്തെ ഇളക്കി മാറ്റുക. അതാ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിലും ശക്തർ, എന്നിലും ഭക്തർ, അനവധി പേർ വീണുപോയ ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നത് ഓർമ്മ വേണം. നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുക. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളെ ഒരു പൈശാചിക മണ്ഡലവും ദൈവകൃപയിൽ നിന്ന് ഇളക്കി മാറ്റരുത്. നിങ്ങളെ ഉറപ്പിച്ച ദൈവം വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്ത് നിങ്ങളെ കൃപയിൽ ഉറപ്പിച്ച ദൈവം വിശ്വസ്തനാ. ആ ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കാൻ ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സുണ്ട്? കരമുയർത്തുന്ന സ്തോത്രം ചെയ്തേ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ പൂർത്തീകരിപ്പാൻ അവിടുന്ന് ശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. ഇതെല്ലാം അറിഞ്ഞ് നമ്മൾ ആത്മാവിൽ കരുത്തോടെ മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തീരണം. ഒന്നാമത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കട്ടെ. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നീയരുത്, നിങ്ങൾ ഇളകരുത്. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നത്, സ്തോത്രം, നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവർ അല്ലെ? രണ്ടാമത്തെ ചിന്ത, അടിസ്ഥാനപ്പെട്ടവർ. അടിസ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കെട്ടിടം, ഇതിന് അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനം ഉള്ളത് കൊണ്ടാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നത് അല്ലേ? ഇത് പണിതവർ ഇത് നല്ലൊരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് വേണമെങ്കിൽ പണിയാം. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിന് എന്താ ഉണ്ട്? അടിസ്ഥാനത്തിന് പ്രാധാന്യമുണ്ട്. അതല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞ, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ഇന്ന് നമ്മൾ പറയേണ്ടി വരിക, നീതിമാൻ എന്തും ചെയ്യും. സ്തോത്രം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുക അല്ലേ? അടിസ്ഥാനം മറിഞ്ഞു പോയ ഒത്തിരി നീതിമാന്മാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവര് കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ അയ്യോ, ഇവർ എന്തിനു വേണ്ടിയാ കർത്താവിനെ ആരാധിപ്പാൻ ഇറങ്ങിയെന്ന് പോലെ ചിന്തിച്ചു പോകും. സ്തോത്രം. ഒരു പ്രത്യാശയില്ലാതെ, ഒരു വിശ്വാസമില്ലാതെ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ കഴിയാതെ പലരും വലഞ്ഞുപോയ അനുഭവങ്ങൾ. ലോകത്തിനെ കുറിച്ച് പറയുന്ന പോലെ വലഞ്ഞുപോയ നീതിമാൻ. സ്തോത്രം. നമുക്ക് അങ്ങനെ ആകരുത്. നമുക്ക് എന്താ ഉണ്ട്? അടിസ്ഥാനമുണ്ട്. സ്തോത്രം. അടിസ്ഥാനം ഉറപ്പുള്ളതാണെങ്കിൽ അതിനകത്ത് പണി വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ആ പണിയെ ദൈവം എന്ത് ചെയ്യും? ഹല്ലേലൂയ, നിലനിർത്തുവാനിടയായി തീരും. മത്തായി സുവിശേഷത്തില് 7-ാം അധ്യായത്തില് വായിക്കുന്നുണ്ട്, പാറമേൽ വീട് പണിതൊരു മനുഷ്യൻ, അവനെ കുറിച്ച് പറഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാ. എന്നാൽ മണലിൽ വീണ് പെടുന്ന ഒരു മനുഷ്യനുണ്ട്, അവനെ കുറിച്ച് പറയുന്നത് ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. ഈ രണ്ട് മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടുപേരും ചെയ്ത കാര്യം ഒന്നാ. പണിത വ്യക്തികളുടെ വ്യത്യാസം, ഒന്ന് ബുദ്ധിയുള്ളവൻ, രണ്ട് ബുദ്ധിയില്ലാത്തവൻ. ഈ രണ്ട് പണിയും അവിടെ നടന്ന കാര്യം കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, സ്തോത്രം, മഴ പെയ്തു അല്ലേ? നദികൾ പൊങ്ങി, കാറ്റടിച്ചു,
മണലിൽ മേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യന്റെ വീട് നിലനിന്നാണ് എഴുതിയേക്കുന്നത്. അല്ല, അത് എന്ത് ചെയ്യും? നിലം പരിചായി. എന്താ കാര്യം? മണലിൽ ആരെങ്കിലും അടിസ്ഥാനമിട്ട് വീട് പണിയോ? മണലിൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യൻ ബുദ്ധിയില്ലാത്തവനാകയാൽ അത് പക്വതയില്ലാതെ പരിജ്ഞാനമില്ലാതെ ചെയ്തതാകയാൽ അതെന്ത് ചെയ്തു? പിടിച്ചു നിൽക്കാൻ അടിസ്ഥാനം അത് സ്ട്രോങ് അല്ലായിരുന്നു. എന്നാൽ മറ്റു മനുഷ്യനെ നോക്കൂ. പാറമേൽ വീട് പണിത മനുഷ്യൻ, പാറമേൽ വീട് പണിത മനുഷ്യൻ, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യൻ, അവന് നേർക്കും സമാനമായ പ്രതിസന്ധി ആഞ്ഞടിച്ചു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. ആമേൻ. അതിന്റെ ഹല്ലേലൂയ എല്ലാ നിലകളിലും പ്രതികൂലത്തിന്റെ അനുഭവങ്ങൾ വെളിപ്പെട്ടെങ്കിലും അതിനൊരു തകരാറ് സംഭവിച്ചില്ല. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രാരംഭ പാഠങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? അടിസ്ഥാനം ചൊവ്വാണെങ്കിൽ, അടിസ്ഥാനം നമുക്ക് ശരിയായി വണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, എത്ര പ്രതിസന്ധി വന്നാലും നിങ്ങൾ ഇളകാതെ നിൽക്കുവാനിടയായി തീരും. ഇന്ന് പലരും ഇളകിപ്പോകാൻ കാര്യം എന്താ? ദൈവവചനം അവിടെ ഉള്ളില്ലാത്തത് കൊണ്ടാണ്. ദൈവവചനത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ്. ദൈവവചനത്തെ യഥാർത്ഥമായി ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇളകിപ്പോകുന്നത്. നമ്മുടെ സഭകളിൽ എന്തോ ഒരു കസേര കാര്യമായി കിടക്കുന്നത്. എന്നാൽ ന്യൂ ജനറേഷൻ ചർച്ചകളിൽ ചെന്ന് നോക്കിക്ക്, ഇഷ്ടം പോലെ ആളുകളാണ്. എന്താ അവരും നമ്മൾ തമ്മിൽ വ്യത്യാസം? അവിടെ വചനത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. സ്തോത്രം. അത്ഭുതങ്ങള്, അടയാളങ്ങള്, വീര്യപ്രവൃത്തികള്, അത് മതി. സ്തോത്രം. അതാണോ നമ്മെ നിത്യതയിൽ കൊണ്ടുപോകുന്നത്? ഇന്ന് പകൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദൈവസഭകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനകത്ത് നാം വന്ന് ചേർന്നതിനായി സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നമ്മുടെ അടിസ്ഥാനം ചൊവ്വാണെന്ന് ഇന്നെങ്കിലും ഒന്ന് വിശ്വസിക്കുക. ഇന്ന് പകൽ പറ, ഞാൻ നിൽക്കുന്നത് സത്യ സുവിശേഷത്തിന്റെ യഥാർത്ഥമായ അനുഭവത്തിലാണ്. കാണുന്നതൊന്നും താൽക്കാലികമല്ല. മിന്നുന്നല്ല പൊന്നല്ലെന്ന് മലയാളത്തിൽ പറയുന്ന പോലെ ഇന്ന് ഒത്തിരി ഇടങ്ങൾ ഇങ്ങനെയുണ്ട്. സ്തോത്രം. പക്ഷേ അതിനകത്തല്ല എന്താ? ഒത്തിരി മായമുണ്ട്, ദുരുപദേശങ്ങൾ ധാരാളമുണ്ട്. മായാമോഹവലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒത്തിരി ഉപദേശങ്ങളുണ്ട്. അതിനകത്തൊന്നും ചെന്ന് വീഴാൻ ഇടയാകരുത്. പൗലോസ് പറയുന്ന പോലെ അവർ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയുന്നവരാ. ഇന്ന് പകൽ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാൻ നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറമേലാണ്. എൻ്റെ പാദങ്ങൾ ഇടറാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര പ്രശ്നങ്ങൾ വന്നാലും, എത്ര വെല്ലുവിളികൾ വന്നാലും, എത്ര പോരാട്ടങ്ങൾ ആഞ്ഞടിച്ചാലും എൻ്റെ കാലുകൾ ഇടറാൻ എന്നെ അനുവദിക്കത്തില്ല. ദൈവം അനുവദിക്കത്തില്ല. ദൈവം അനുവദിക്കത്തില്ല. കരമേറ്റി പറ. കാരണം ഞാൻ ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, എൻ്റെ പാദങ്ങൾ ഇടറാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്ര. സമയം പോകുന്നല്ലോ. മൂന്നാമത്തെ കാര്യം പറയുന്നത്, നിങ്ങൾ സ്ഥിരതയുള്ളവരുമായി. സ്ഥിരത അത് നമുക്ക് അനിവാര്യമാണ്, ഇല്ലേ? ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അസ്ഥിരത. ഒരാഴ്ച ആരാധനയ്ക്ക് വരും, പിന്നെ ആഴ്ച മടി, അല്ലേ? ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഒരു സ്ഥിരതയില്ല. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. സ്ഥിരതയുള്ളവരായിരിക്കണം, അസ്ഥിരന്മാരായിരിക്കണം. തന്റെ വഴികളിലൊക്കെയും, അല്ലേ? യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു, അല്ലേ? യാക്കോബിന്റെ ലേഖനത്തില് നമ്മൾ വായിക്കുന്ന ഒരു വചനം സ്തോത്രം എടുത്തുവരൊന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇരു മനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും എന്നാണ് അസ്ഥിരനാകുന്നു. സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ അസ്ഥിരന്മാരാകാനല്ല. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സ്ഥിരതയുള്ളവരാകണം. ഇതിനകത്തേക്ക് ഇറങ്ങി ഇത് സത്യമാണോ, ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ള ചിന്ത ഇന്നും നമ്മളെ ആലോചിക്കുന്നുണ്ടോ? അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് അതുണ്ടാകാമായിരുന്നു, അത് കിട്ടുമായിരുന്നു, നല്ല സെമിത്തേരിയിൽ അടക്കം കിട്ടുമായിരുന്നു, നല്ല പള്ളിയിൽ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ധാരാളം ഉണ്ടെന്നേ. നമ്മൾക്ക് ആർക്കും ആ ചിന്ത ഉണ്ടാകരുത്. കാരണം നമ്മുടെ അടക്കത്തിനല്ല പ്രധാനം, നമ്മുടെ ഒടുക്കത്തിനാണ് പ്രധാനം. സ്തോത്രം. അടക്കം എവിടെയുമാകട്ടെ, ഒടുക്കം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. മറ്റുള്ളവർക്ക് ഒടുക്കമല്ല വിഷയം, അടക്കമാണ് വിഷയം. സ്തോത്രം. എന്നാൽ ദൈവമക്കളെ നമ്മളെ സംബന്ധിച്ച് അടക്കമല്ല വിഷയം, നമ്മുടെ ഒടുക്കമാണ് വിഷയം. സ്തോത്രം.
ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ്, ഞാൻ നല്ല പോൽ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നല്ലൊരു പൂർത്തീകരണം പൗലോസിന് പ്രാപിക്കാൻ കഴിഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്കും ഒടുക്കമാ പ്രധാനം കേട്ടോ. നമ്മുടെ അവസാനം നല്ലതാകട്ടെ. ഹല്ലേലൂയ. അടക്കം എവിടെയുമാകട്ടെ, കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടും, നാം ഉയർക്കപ്പെടും. അതാ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആയുസ് എന്താ ചെയ്യണം? നമ്മൾ സ്ഥിരതയോടെ കർത്താവിനെ ആരാധിപ്പാനിടയാകണം. ഹല്ലേലൂയ. 1 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നേ: അവൻ ഇന്ന് ചെയ്തതുപോലെ എന്റെ കൽപ്പനകളും വിധികളും പ്രമാണിപ്പാൻ നീ സ്ഥിരത കാണിക്കുമെങ്കിൽ. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് ശലോമോനോട് പറയുന്ന ഒരു ഭാഗമാണ് 1 ദിനവൃത്താന്തങ്ങൾ 28-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. 1 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിന്റെ മതി. ഒരു പിതാവ് ഒരു മകന് കൊടുക്കുന്ന ഉപദേശമാണ്. അവനെ ചെയ്ത പോലെ എന്റെ കൽപ്പനകളും വിധികളും പ്രമാണിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കുമെന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. 22-ാം അധ്യായം 13-ാമത്തെ വാക്യത്തില് 1 ദിനവൃത്താന്തം 22-ന്റെ 13-ലും നാം കാണുന്ന മറ്റൊരു വചനം. 22-ാം അധ്യായം 13-ാമത്തെ വാക്യം: മാനിച്ചാചരിക്കുന്നുവെങ്കിൽ ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ പ്രമാണിച്ച് ആചരിക്കുന്നവർക്ക്, സ്ഥിരതയോടെ പിൻപറ്റുന്നവർക്ക് എന്താ ഉണ്ട്? ദൈവം നൽകുന്ന ഒരു ഉറപ്പ്. നീ ഭയപ്പെടണ്ട, ഭ്രമിച്ചു പോകണ്ട, എന്നോട് കൂടെയുണ്ട്. അല്ലേ? ഇരു മനസ്സോടെ ദൈവത്തെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആരാധിക്കരുത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു അറിഞ്ഞ് കടന്നു വരുന്ന പരീക്ഷകളെ, പരിശോധനകളെ സന്തോഷത്തോടെ എന്ത് ചെയ്യണം? ആമേൻ. സഹിക്കാൻ, തരണം ചെയ്യാൻ കഴിയണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ. ആമേൻ. എബ്രായർ 12:10 പറയുന്നത്, വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ഗുണത്തിനായിട്ട് നമ്മെ ചിലപ്പോഴൊക്കെ ശിക്ഷിക്കുന്നു വരാം. അതിനകത്ത് നമ്മൾ അസ്ഥിരത കാണിക്കരുത്. എന്തു വന്നാലും ജീവിതത്തിൽ എന്തോ ചെയ്തോണം? വിശ്വസിച്ച് ദൈവത്തെ ആരാധിച്ച് സ്ഥിരതയോടെ മുൻപോട്ട് പോകാൻ ഇടയായി തീരണം. ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 4-ാമത്തെ കാര്യം, ആമേൻ, കൊലോസ്യ ലേഖനം 1:23 വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിശ്വാസത്തിൽ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? വിശ്വാസത്തിൽ നാം നിലനിൽക്കുവാനായിട്ട് ഇടയായി തീരണം. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് അനേകം ആളുകൾ വിശ്വാസം വിട്ട് പോയിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവിന്റെ ഒരു ലക്ഷണമാണ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നല്ലോ, കർത്താവിന്റെ വരവിനെ കുറിച്ച് ഉള്ള ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണ്? വിശ്വാസം അനേകർ ത്യജിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്യാഗം, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. അനേകർ വിശ്വാസം ത്യജിച്ചു പോകും. ഇന്നത് നടന്നുകൊണ്ടിരിക്കുക. കൂട്ടത്തോടെ അനേകർ വിശ്വാസം ത്യജിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്യാഗം ഒരിക്കലും അവൻ സംഭവിക്കരുത്. അറിഞ്ഞ സത്യത്തിന് വേണ്ടി വില കൊടുത്ത് നിൽപ്പാൻ ഇടയായിത്തീരണം. അറിഞ്ഞ സത്യത്തിന് വേണ്ടി വില കൊടുത്ത് നിൽപ്പാൻ ഇടയായിത്തീരണം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്, 3-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ കണ്ടോ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനം, അത് സംബന്ധിച്ച് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു വെച്ച് ആരും നിങ്ങൾ വലിയ ആത്മാവിന്റെ വചനത്താൽ നിങ്ങൾ എഴുതിയ ഭാവത്തിലുള്ള ലേഖനത്താൽ സുബോധം വിട്ട് വേഗത്തിൽ ഇളകിയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏതുവിധം നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യൻ അധർമ്മമൂർത്തിമായവൻ വെളിപ്പെടുകയും വേണം. വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളാകുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്യാഗം സംഭവിക്കരുത്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാനിടയായി. ഇതിന്റെ വാക്കുകൾ ചുരുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. യഥാർത്ഥ വിശ്വാസത്തിന്റെ അനുഭവം നമ്മിൽ വെളിപ്പെടണം.
വിശ്വാസത്തിൽ നമ്മൾ ഒരിക്കലും ഇളകിപ്പോകരുത്. വിശ്വാസത്തിന്റെ നല്ല ചുവടുകളെ പിന്തുടരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15:2 പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചവരും ഹല്ലേലൂയ എന്ന് വായിച്ചു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം, നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ആമേൻ. കർത്താവിന്റെ ദാസൻ ഓർപ്പിക്കുകയാണ്, ഞാൻ ഇന്നവരെ സുവിശേഷീകരിച്ചിരിക്കുന്ന നിങ്ങളെ ഓർപ്പിക്കുന്നുവെന്ന്. സ്തോത്രം. എന്താണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് അറിയാതെ ഇന്ന് ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിശ്വാസത്തിന്റെ ആമേൻ അനുഭവങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ ഇതിനകത്തേക്ക് വന്നിട്ടും എന്താണ് വിശ്വാസമെന്ന്, യേശു എന്തിനു വേണ്ടി മരിച്ചുവെന്ന്, യേശു ആരാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ധാരാളം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗലോസ് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവരെ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. നമ്മളെ സുവിശേഷീകരിച്ചിരിക്കുന്ന വിധം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന ദൈവമുണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ വചനത്തിന്റെ മുൻപാകെ സമർപ്പിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നിങ്ങൾ വിശ്വാസത്തിൽ എന്ത് ചെയ്യരുത്? നിലനിൽക്കുന്നവരായി തീരണം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. പ്രിയപ്പെട്ടവരെ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ആമേൻ ഒരുക്കപ്പെടുവാൻ ഏറെ പ്രത്യാശയോടെ, ഏറെ വാഞ്ചയോടെ, ഏറെ സമർപ്പണത്തോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നു. നമ്മുടെ പ്രാണപ്രിയൻ മടങ്ങി വരാറായി. ഇന്ന് പകൽ അപ്രത്യാശയുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്തോ. നമ്മുടെ കണ്ണുകൾ അടയട്ടെ. നമുക്ക് ഒരു നിമിഷം ദിവസം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ വരവെങ്കിൽ നാം എല്ലാവരും എടുക്കപ്പെടണം. ഇനി താമസം വിന എന്റെ പ്രാണപ്രിയൻ മടങ്ങി വരാറായി. നാം അവന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. നാം അവന്റെ മുമ്പിൽ കാണപ്പെടേണ്ടവരാണ്. കർത്താവിന്റെ മുമ്പാകെ നാം എല്ലാവരും എടുക്കപ്പെടേണ്ടവരാണ്. നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, കൈവിടപ്പെട്ടു പോകരുതേ. എന്റെ ഉള്ളിൽ അശുദ്ധികൾ എല്ലാം നീക്കണം. ആത്മാവിലെ ജഡത്തിലെ സകല കന്മഷവും നീക്കി എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെ ജഡത്തിലെ സകല കന്മഷകളും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പോലെ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എനിക്ക് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികക്കണം. എന്റെ കർത്താവിന്റെ വരവെങ്കിൽ എനിക്ക് എടുക്കപ്പെടണം. എന്റെ കർത്താവിന്റെ വരവെങ്കിൽ എനിക്ക് കാണപ്പെടണം. ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. സുവിശേഷത്തിന്റെ പ്രത്യാശ നിങ്ങൾ ഇളകിപ്പോകരുത്. അടിസ്ഥാനമുള്ളവരായി നിൽക്കണം. ഹല്ലേലൂയ. സ്ഥിരതയുള്ളവരായി നിൽക്കണം. വിശ്വാസത്തിൽ നിലകൊള്ളണം. അങ്ങനെ ചെയ്താൽ അവിടുത്തെ വരവെങ്കിൽ നാം കാണപ്പെടും. അവിടെ മുമ്പാകെ നമുക്ക് നിൽക്കാൻ നമുക്ക് ഇടവരും. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.